ഹായ് എവ്രി വൺ വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. എൻ്റെ പേര് അതുല്യ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2019 സ്കീമിൽ എസ്6 ബാച്ചിൽ വരുന്ന CST 306 എന്ന് പറഞ്ഞ അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മളിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ്? CST 306 ആണ് ഇതിന്റെ കോഡ് വരുന്നത്. 3 hours ലെക്ചർ ആൻഡ് 1 hour ട്യൂട്ടോറിയൽ വരുന്ന 3+1 hours വരുന്ന ഒരു ടീച്ചിങ് അവേഴ്സിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ക്രെഡിറ്റ്സ് ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് വരുന്നത്. 4 ആണ് ക്രെഡിറ്റ്. അതായത് ഒരു കോർ പേപ്പർ ആണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഫൗണ്ടേഷൻസ് ഓഫ് ബേസിക് മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ് ഇൻ സി, അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റാ സ്ട്രക്ചർ, ഗ്രാഫ് തിയറി, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ബേസിക് നോളജ് വെച്ചിട്ട് പഠിക്കാൻ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞാൽ. മൊത്തം 100 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. 100 മാർക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ 50 മാർക്കിന്റെ ഇന്റേണൽ ആയിരിക്കും വാല്യുവേഷൻ നടക്കുന്നത്. 3 അവറിന്റെ എക്സാം ആണ്. 3 hours എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഒരു തിയറി സബ്ജക്റ്റ് ആണ് അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് നമ്മുടെ ഈ 50 മാർക്സിന്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്സ് അറ്റൻഡൻസിന്, അതേപോലെ തന്നെ 2 സീരീസ് ടെസ്റ്റ്, സീരീസ് 1ഉം സീരീസ് 2ഉം കൂടെ 25 മാർക്സിനും, അതേപോലെ അസൈൻമെന്റുകൾ രണ്ട് അസൈൻമെന്റ് ഉണ്ടാവും. അസൈൻമെന്റ് 1, അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ട് 15 മാർക്സിന് വേണ്ടി ടോട്ടൽ ഓഫ് 50ലാണ് നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് നടക്കുന്നത്. പിന്നെ മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 1ൽ നമ്മൾ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അൽഗോരിതം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, അതിന്റെ അനാലിസിസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി, നമ്മൾ ഡാറ്റാ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ റിക്കേഴ്സീവ് അൽഗോരിതംസ് ആൻഡ് റിക്കേഴ്സീവ് ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡ്യൂൾ 1ൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോയത്. എങ്ങനെയാണ് നമ്മൾ റണ്ണിങ് ടൈം കണ്ടുപിടിക്കുന്ന രീതിയിൽ, പിന്നെ എങ്ങനെയായിരിക്കും ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ കണ്ടുപിടിക്കുക, നമ്മൾ ഏതാണ് അതിൽ ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അൽഗോരിതം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ആക്കുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 1. ഇനി മോഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗ്രാഫിലൊക്കെ പഠിച്ച സാധനമാണ്. നമ്മളൊരു ട്രീ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഗ്രാഫ് തിയറിയിലല്ല, സോറി, ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ ട്രീ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പഠിച്ചിരിക്കുന്ന ട്രീ, അതുപോലെ DFS, BFS ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയായിരിക്കാം നമ്മളുടെ ഡാറ്റ സ്റ്റോറിങ് എങ്ങനെയായിരിക്കും, അവരെ നമ്മുടെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു മോഡ്യൂൾ 2 ഉണ്ട് നമുക്ക്. നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 3 നമുക്ക് വരുന്നത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. നമുക്കൊരു വലിയൊരു എന്താ പറയാ വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് കരുതുക. ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിന് ഒറ്റയ്ക്ക് നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ സബ് ഡിവിഷൻ ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു അൽഗോരിതം എഴുതേണ്ടത്, എങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരു അൽഗോരിതത്തിനെ നമ്മൾ എങ്ങനെയായിരിക്കും അനലൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ മോഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതായത് എവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോഡ്യൂൾ 4 നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. മോഡ്യൂൾ 5 വരുന്നത് NP ഹാർഡ്, NP കംപ്ലീറ്റ് ക്ലാസ്, ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്സ്, അതായത് നമ്മളൊരു എക്സാക്ട് പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക കുറച്ച് സ്കില്ലുകൾ നമുക്ക് തലയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ. ഈ മൊത്തത്തിൽ നമുക്കൊരു 5 മോഡ്യൂളുകളുണ്ട്. 5 മോഡ്യൂളുകൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ അൽഗോരിതം അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ അൽഗോരിതം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞു കുറേ ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്, ബിഗ് ഓ, അങ്ങനെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഫംഗ്ഷൻസിന്റെ ഗ്രോത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ റിക്കേഴ്സീവ് അൽഗോരിതം, റിക്കേഴ്സീവ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഓക്കെ, മോഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2 പ്രോഗ്രാം ഒരുമിച്ച് റൺ ചെയ്യാന്നല്ല, 2 പ്രോഗ്രാം ഉണ്ട്, സെയിം ജോബ് ചെയ്യുന്ന 2 പ്രോഗ്രാം ഉണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മോഡ്യൂളിൽ രണ്ട് പ്രോഗ്രാമിൽ ഏത് പ്രോഗ്രാം ആയിരിക്കും ലാർജർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ട് സൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും നമ്മുടെ സിസ്റ്റം ഹാങ് ആവാതെ ആരായിരിക്കും വർക്ക് ചെയ്യാന്ന്, അതായത് റൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ അൽഗോരിതം സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു നോളേജ് നമുക്ക് കിട്ടുന്നത് മോഡ്യൂൾ 1 ആയിരിക്കും. മോഡ്യൂൾ 2 എന്ന് പറഞ്ഞെങ്കിൽ അഡ്വാൻസ്ഡ് ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മോഡ്യൂൾ ആയിരിക്കും നമ്മളെ എന്ത് പഠിപ്പിച്ചിരുന്നുണ്ടായിരിക്കാം, എങ്ങനെയായിരിക്കണം നമ്മൾ ഡാറ്റാനെ സ്റ്റോർ ചെയ്യേണ്ടതെന്നും, എങ്ങനെയായിരിക്കും ഇവരെ നമ്മൾ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം ഇവരെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ഹൗ ദ ഡാറ്റാസ് ആർ സ്റ്റോർഡ് ആൻഡ് കണക്റ്റഡ് എഫിഷ്യന്റ്ലി എന്നുള്ള
ഒരു തോട്ടിന്റെ ഒരു നോളേജ് ആയിരിക്കും നമുക്ക് മോഡ്യൂൾ 2 നമുക്ക് തരുന്നുണ്ടായിരിക്കും. തേർഡ് വൺ ആണ് ഡിവൈഡ് ആൻഡ് കോൺക്വർ ഓർ ഗ്രീഡി മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മോഡ്യൂൾ 3യോട് കൂടിയിട്ട് നമുക്ക് ഒരു കോഡർ എന്നുള്ള ലെവലിലും കൂടുതലായിട്ട് നമ്മളൊരു അൽഗോരിതം ഡിസൈനർ എന്നുള്ള ലെവലിലേക്ക് നമ്മളെ കുറച്ച് ഹൈ ആക്കുന്ന ആളാണ് മോഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്, അതായത് എങ്ങനെയായിരിക്കണം ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു അറിവ് അല്ലെങ്കിൽ എന്നുള്ള ഇൻഫർമേഷൻ നമ്മളെ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. മോഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആൻഡ് ബാക്ക് ട്രാക്കിംഗ് ആണ്. ഓക്കെ, ദിസ് മോഡ്യൂൾ ഹാൻഡിൽസ് പ്രോബ്ലംസ് ഓഫ് വിത്ത് ചോയ്സസ്. നമ്മൾ ചോയ്സസ് മാറ്റേഴ്സ്. നമുക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് വളരെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ മോഡ്യൂൾ 4ലേക്ക് വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സെയിം പ്രോബ്ലം നമ്മൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ നമ്മളൊരു പ്രോബ്ലം നമ്മൾ ചെയ്തുകൊണ്ടേ പോവുകയാണെന്നുണ്ടെങ്കിൽ സം സ്റ്റേജ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ വരണം എന്നൊക്കെയുള്ള അതൊക്കെ എവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന വളരെ ക്രിട്ടിക്കൽ തിങ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഈ അൽഗോരിതമായിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അൽഗോരിതം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മളെ ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നൊരു ചോദ്യം നമുക്ക് എപ്പോഴും വരും. നമ്മൾ വിചാരിക്കില്ലേ വലിയ വലിയ എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വലിയ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ പ്രോഗ്രാം തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഈ അൽഗോരിതം ആണ് ചൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു സ്കില്ല്, ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സ്കില്ല് നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മോഡ്യൂൾ 4 നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 5 ആണ്, കോംപ്ലക്സിറ്റി തിയറി ആണ് പഠിക്കുന്നത്. ഈ കോംപ്ലക്സിറ്റി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡ്യൂൾ ആയിരിക്കും ഏത് പ്രോഗ്രാം ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 5 നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് പ്രോബ്ലംസ് ആയിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നും അതേപോലെ തന്നെ അവർ പ്രാക്ടിക്കലി പോസിബിൾ ആണോ, ഈ പറഞ്ഞിരിക്കുന്ന അൽഗോരിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമുക്കത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ മോഡ്യൂൾ 5 നമ്മളെ സഹായിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ ഒരു സ്ഥലത്തേക്ക് പ്ലേസ്ഡ് ആവാൻ നേരത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കഴിവുകൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളെപ്പോഴും കുറച്ചൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ നോളേജുകൾ നമ്മൾ ഈ ഒരു അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സബ്ജക്റ്റിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച സിസ്റ്റം ലൈഫ് സൈക്കിളിലെ 3ാമത്തെ സ്റ്റേജ് ആയിട്ട് ഡിസൈനിങ്ങിൽ വരുന്നതാണ് അൽഗോരിതം അനാലിസിസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ CST 306 എന്ന് പറയുന്നത് നിങ്ങളെ KTUവിൽ S6 2019 സ്കീമിൽ നമ്മൾ പഠിക്കുന്ന അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ്. സോ ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. 100 മാർക്സേ ഉള്ളൂ. 100 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു സബ്ജക്റ്റിന്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 100 മാർക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു.